الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الناس إني رسول الله إليكم جميعا ബഹുമാന്യരായ സഹോദരങ്ങളെ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം മുഅ്മിനായി മരിക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മൺമറിഞ്ഞു പോയവർക്കും അല്ലാഹു സ്വർഗം പ്രദാനിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന ഫലസ്തീനുകളടക്കമുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും സന്തോഷവും പ്രദാനിക്കുമാറാകട്ടെ. ആയിരത്തി 1998 ബ്രിട്ടനിലെ ഒരു ഗവേഷകനായിരുന്ന ഐസക് മോസസ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം എഴുതി PhD വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ആ ഗ്രന്ഥരചനയ്ക്ക് സഹായകമാകുന്ന ഇസ്ലാമിക് റഫറൻസുകൾ ലഭിക്കാൻ വേണ്ടി അദ്ദേഹം ജർമ്മനിയിലെ ഇസ്ലാമിക് സെന്ററുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ടൊരു പുസ്തകം എഴുതണം, അതിനാവശ്യമായ സഹായം നിങ്ങൾ ചെയ്തു തരണം. എനിക്ക് നിങ്ങളുടെ ലൈബ്രറിയിൽ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ലഭ്യമാക്കണം. അപ്പോൾ ജർമ്മനിയിലെ ഇസ്ലാമിക് ലൈബ്രറി അത് സമ്മതിച്ചു. അദ്ദേഹത്തിന് ആവശ്യമായ ഗ്രന്ഥങ്ങളൊക്കെ കൈമാറുകയും അങ്ങനെ ഡോക്ടർ ഐസക് മോസസ് പ്രവാചകനെ കുറിച്ച് പഠിച്ച് ഗ്രന്ഥരചന ആരംഭിച്ചു. പക്ഷെ അദ്ദേഹം ഇടക്ക് വച്ച് അദ്ദേഹത്തിന്റെ ചിന്താഗതിയാകെ മാറി. പ്രവാചകനെ വിമർശിക്കാനാണ് അദ്ദേഹം പഠിക്കാൻ തുടങ്ങിയതെങ്കിലും തന്റെ ഗ്രന്ഥത്തിൽ പ്രവാചകനെ എതിരെ എഴുതി ചേർക്കാൻ പറ്റിയ ഒരു കണ്ടന്റും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം മുഹമ്മദ് നബിയെ കുറിച്ചുള്ളത് വായിച്ചു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുകൂലിച്ചും പ്രതികൂലിച്ചും എഴുതിയ ആളുകളുടെ പുസ്തകങ്ങൾ ജർമ്മനിയിലെ ഇസ്ലാമിക് ലൈബ്രറിയിൽ നിന്നും അദ്ദേഹം വാങ്ങി വായിച്ചു നോക്കി. പക്ഷെ തന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ പറ്റിയ പ്രവാചകനെതിരായ ഒരു കണ്ടന്റും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. പിന്നെ അദ്ദേഹം ചെയ്തത്, പ്രവാചകനെ വിമർശിച്ച് പുസ്തകം എഴുതി PhD വാങ്ങാൻ തീരുമാനിച്ച ഐസക് മോസസ് പ്രവാചകൻ അനുകൂലമായ ഒരു ഗ്രന്ഥമാക്കി തീർക്കാനാണ് പിന്നെ ശ്രമിച്ചത്. അങ്ങനെ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ബ്രിട്ടനിലെ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ലോകമത് അത്ഭുതപൂർവ്വം വായിച്ചു. 1998 ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വളരെ കൃത്യമായും വളരെ കണിശമായും ആധികാരികമായും സൂക്ഷ്മമായും ആടുമേച്ച് നടന്നിരുന്ന, ഒട്ടകത്തെ മേച്ച് നടന്നിരുന്ന അവിടുത്തെ ശിഷ്യന്മാർ അത് പിൻതലമുറയ്ക്ക് കൈമാറിക്കൊടുത്തു എന്നുള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രവാചകൻ ഹിറാ ഗുഹയിലേക്ക് പോയത് ഏതു വഴിക്കാണ്? ഹിറാ ഗുഹയിൽ പ്രവാചകൻ എത്ര സമയം താമസിച്ചിട്ടുണ്ട്?
ജിബ്രീൽ മാലാഖയുമായി എത്ര സമയം സംസാരിച്ചു, എന്തെല്ലാം സംസാരിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഈ പ്രവാചകൻ ഖദീജബിയുടെ വീട്ടിലേക്ക് വന്ന വഴി ഏതാണ്, ഖദീജബിയുടെ വീട്ടിൽ വന്നിട്ട് ഖദീജബിയോട് എന്താണ് സംസാരിച്ചത്, എത്ര നേരം സംസാരിച്ചു, എത്ര നേരം പുതപ്പിട്ട് മൂടിക്കിടന്നു, ഖദീജ എന്തെല്ലാം തിരിച്ചു പറഞ്ഞു. എന്നിട്ട് വറഖത്ത് ബിൻ നൗഫലിനെ കാണാൻ വേണ്ടി നബിയേയും കൂട്ടി ഖദീജ ബീവി പോയത് ഏത് വഴിക്കാണ്, വറഖത്ത് ബിൻ നൗഫലുമായി എത്ര നേരമാണ് സംസാരിച്ചത്. ഇങ്ങനെയൊക്കെ വളരെ വിശദമായി ആധികാരികമായി ആ പ്രവാചകനെ കുറിച്ച് അവിടത്തെ ആളുകൾ, ശിഷ്യന്മാർ, അതും അക്ഷരാഭ്യാസമുള്ള ശിഷ്യന്മാരല്ല, മക്കയിൽ ആടും ഒട്ടകവും മേച്ച് നടന്നിരുന്ന ഈ മനുഷ്യന്മാർ ഈ മനുഷ്യനെ കുറിച്ച് ഇത്രയും ആധികാരികവും സൂക്ഷ്മമായി പിൻതലമുറയ്ക്ക് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനൊരു സാധാരണക്കാരനായിരിക്കാൻ വഴിയില്ല. ഇതാണ് എന്റെ പ്രവാചകനെ കുറിച്ചുള്ള എന്റെ പഠനത്തിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ യൂണിവേഴ്സിറ്റി, അവിടുത്തെ മതകാര്യ വിഭാഗം കഴിഞ്ഞ 300 വർഷത്തിനിടയ്ക്ക്, 3 നൂറ്റാണ്ടിനിടയ്ക്ക് പ്രവാചകനെ കുറിച്ചുള്ള പഠനം നടത്തിയ ആളുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞത്, ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെക്കുറിച്ചൊരു സമൂഹം പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് വളരെ ആധികാരികമായി സമർത്ഥിക്കുന്നുണ്ട്. 5 ലക്ഷം റിപ്പോർട്ടർമാരാണ് പ്രവാചകന്റെ ജീവിതത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്തൊരു മനുഷ്യന്റെ ചരിത്രവും ഇത്രയധികം ആളുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ 300 വർഷത്തിനിടയ്ക്ക് 18,000 ബുദ്ധിജീവികൾ, സാധാരണ ബുദ്ധിജീവികളല്ല, ലോകത്തറിയപ്പെട്ട 18,000 ബുദ്ധിജീവികളിൽ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇത് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ മതവിഭാഗത്തിന്റെ റിപ്പോർട്ടാണ്. കേവലം 316 പേരാണ് 3 നൂറ്റാണ്ടിനിടയ്ക്ക് മുഹമ്മദ് നബിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഈ 316 പേരും ഒന്നിരിക്കൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ പക്ഷപാതിത്വമുള്ള ആളുകളാണ്. നിഷ്പക്ഷ ചിന്തകരും സ്വതന്ത്ര ചിന്തകരുമായ ഒരാളും ഈ 3 നൂറ്റാണ്ടിനിടയ്ക്ക് പ്രവാചകനെ കുറിച്ച് വിമർശിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായ റിപ്പോർട്ട് പറയുന്നു. മദീന പള്ളിയുടെ മുകളിൽ ചെന്നാൽ ഒരു വിശാലമായ ലൈബ്രറി കാണും. ആ ലൈബ്രറിയിൽ ഒരു അലമാരയുണ്ട്. ആ അലമാരയിൽ ഇറാഖി പണ്ഡിതനായ ഡോക്ടർ അബ്ദുൽ ജബ്ബാർ റിഫായിയുടെ പ്രവാചക ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥം സൂക്ഷിച്ചിട്ടുണ്ട്. 18 വാള്യങ്ങളാണ്. 18 വാള്യങ്ങളുള്ള ഒരു സത്യത്തിൽ അത് പ്രവാചക ചരിത്രമല്ല. പ്രവാചക ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ അഡ്രസ്, അതിന്റെ പേരും വിലാസവും രേഖപ്പെട്ട് ഇൻഡെക്സ് മാത്രമാണ് 18 വാല്യങ്ങൾ. ഇന്നും ചെന്നാൽ നമുക്ക് കാണാം. അതിന്റെ 18ാമത്തെ വാല്യം തുറന്നു നോക്കുമ്പോൾ 19,774 പ്രവാചക ചരിത്രം രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളെക്കുറിച്ച് 18ാമത്തെ വാല്യത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത്ര എഴുതിയിട്ടുള്ളൂ. പ്രവാചകനെ കുറിച്ച് ഇന്നയാളൊരു പുസ്തകം എഴുതിയിട്ട് ആളുടെ പേരുണ്ട്, ഭാഷയുണ്ട്, അത് പ്രസിദ്ധീകരിച്ച പ്രസാധകരുണ്ട്, അതെവിടെ കിട്ടും, ഇത്ര എഴുതിയിട്ടുള്ളൂ. ഇത് മാത്രം എഴുതിയ 18 വാല്യങ്ങൾ. 18ാമത്തെ വാല്യത്തിലാണ് 19,774 ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പ്രവാചകരിത്രമൊന്നും അതിൻ്റെ അകത്തില്ല, ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതിനകത്ത് ഒരു ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ആ ഗ്രന്ഥം തന്നെ 85 വാല്യമുണ്ട്. ഈ 85 വാല്യങ്ങളെയാണ് ഇദ്ദേഹം ഒരു ഗ്രന്ഥമായിട്ട് എണ്ണിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ അലമാരയിലിരിക്കുന്ന ആ 18 വാല്യം തന്നെ ലോകത്ത് പ്രവാചകനെ കുറിച്ച് രചിക്കപ്പെട്ട 10,000-കണക്കായ കിതാബുകളുടെ അഡ്രസ്സാണ്. അപ്പൊ പ്രവാചകനെ കുറിച്ച് ലോകത്ത് എത്രയാണ് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്? ഇത്
ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ റിഫായി എന്ന് പറയുന്ന ഇറാഖി പണ്ഡിതൻ, അദ്ദേഹം ഈജിപ്തിലെ ജാമിഉൽ അസ്ഹറിൽ പഠിക്കുന്ന സ്ഥലത്ത് PhD നേടാൻ വേണ്ടി അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ പ്രബന്ധമാണിത്, ഈ 18 വാല്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല, ചരിത്രം രചിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് വീഡിയോ സംവിധാനങ്ങൾ, ഓഡിയോ സംവിധാനങ്ങൾ, അതുപോലെ സാറ്റലൈറ്റ് സംവിധാനങ്ങളൊക്കെ വിശാലമായ ഇന്നത്തെ ലോകം, ഇന്നുപോലും ഒരു മനുഷ്യനെ കുറിച്ച്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സൂക്ഷ്മമായി രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ ഒരു മനുഷ്യന്റെ ചരിത്രം കിട്ടണമെന്ന് തീരുമാനിച്ചാൽ ഇന്നും സാധ്യമല്ല. സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ പോലും മുഹമ്മദ് നബിയെ കുറിച്ച് അവിടുത്തെ സൂക്ഷ്മമായ ജീവിതം ലോകത്തിന് കിട്ടിയതുപോലെ ഇന്നും കിട്ടൂല. ഇതാണ് പടച്ചതമ്പുരാൻ ലോകാനുഗ്രഹിയായ പ്രവാചകനെ കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം അത്യാവശ്യം വിദ്യാഭ്യാസവും ഗവേഷണവും ഒക്കെ നടന്നിരുന്ന അക്കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു യുഗത്തിലാണ് ഈസാ നബി വരുന്നത്. പക്ഷെ ഈസാ നബിയെ കുറിച്ച് ഇന്ന് ക്രിസ്ത്യാനികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്, യേശുവിനെ കുറിച്ച് അധികമൊന്നും ഞങ്ങൾക്ക് ചരിത്രം കിട്ടിയിട്ടില്ല. യേശുവിന്റെ അധ്യാപനങ്ങളിൽ 30% മാത്രമേ ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ളൂ എന്ന് ക്രൈസ്തവർ പോലും സമ്മതിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ നിറമെന്താന്ന വിഷയത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഇതൊരു തീരുമാനമായിട്ടില്ല. അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞത് ക്രിസ്തു കറുത്തവനായിരുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ നിറം പോലും ഇതേവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അവിടെയാണ് വളരെ കൃത്യമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചുവപ്പ് കലർന്ന് വെളുപ്പ് നിറമായിരുന്നു റസൂലിന്റേത് എന്ന് ലോകത്ത് തർക്കമില്ലാത്ത രീതിയിൽ ലോക മുസ്ലിമുകൾ അംഗീകരിച്ചു പോരുന്നത്. ഇങ്ങനെ കൃത്യമായി പ്രവാചകന്റെ ചരിത്രം, പ്രവാചകന്റെ ജീവിതം വളരെ സൂക്ഷ്മമായി അവിടെ ഒപ്പിടുത്തിരിക്കുകയാണ്. അത് ബഹുമാന്യരായ സഹാബാക്കൾ അത് പ്രവാചകനിൽ നിന്നും പഠിച്ചു, പ്രവാചകനെ കണ്ടു മനസ്സിലാക്കി. പ്രവാചക കാലത്ത് ഒരിക്കലും പ്രവാചക ചരിത്രം രചിക്കപ്പെട്ടിട്ടില്ല. ഹിജ്റ 60 മുആവിയയുടെ ഭരണകാലത്താണ് ആദ്യമായി പ്രവാചകന്റെ ചരിത്രം രചിക്കപ്പെടുന്നത്. സഹാബത്ത് എന്താണ് ചെയ്തത്? ബഹുമാന്യരായ സഹാബാക്കൾ പ്രവാചകനിൽ നിന്നും അവർ പഠിച്ചു, അവരത് മനസ്സിൽ സൂക്ഷിച്ചു, അവരത് അടുത്ത തലമുറയ്ക്ക് കൈമാറി. ഖലീഫമാരുടെ കാലത്തൊന്നും പ്രവാചക ചരിത്രം രചിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് വന്ന ആളുകൾ ഹിജ്റയുടെ 60-ാം നൂറ്റാണ്ട്, ഹിജ്റയുടെ 60-ൽ മുആവിയ ഭരണകാലത്ത് പ്രവാചക ചരിത്രം രചിക്കപ്പെടുകയാണ്. ബഹുമാന്യരായ സഹാബാക്കൾ കൃത്യമായി പ്രവാചകനിൽ നിന്നും പ്രവാചകന്റെ ജീവിതം പകർന്നു കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ എങ്ങനെ നഖം വെട്ടി? ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾക്കറിയാം എങ്ങനെ പ്രവാചകൻ നഖം വെട്ടി എന്നറിയാം. പ്രവാചകൻ എങ്ങനെ മിസ്വാക്ക് പിടിച്ചു എന്ന് മുസ്ലിമീങ്ങൾക്കറിയാം. പ്രവാചകൻ എങ്ങനെ ഉറങ്ങി, എത്ര നേരം ഉറങ്ങി, ഇത് മുസ്ലിമീങ്ങൾക്കറിയാം. പ്രവാചകന്റെ ചെരുപ്പിനെ കുറിച്ച് 50 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 50 ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട് പ്രവാചകന്റെ ചെരുപ്പിനെ കുറിച്ച്, പാദരക്ഷയെ കുറിച്ച്. മദീനയിലെ ഒരു പണ്ഡിതൻ പ്രവാചകന്റെ വീടുകളെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. പ്രവാചകന്റെ വീടിന്റെ ഓരോ മുക്കുമൂലയും വളരെ കൃത്യമായി അതിനകത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ കൃത്യമായി കണിശമായി ലോകത്തൊരു മനുഷ്യന്റെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് മാത്രമേ ഉള്ളൂ. ആ തിരുനബിയുടെ 1500ാമത് ജന്മദിനം നമ്മളിലേക്ക് വരികയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആഗോളാടിസ്ഥാനത്തിൽ പ്രവാചകനെ പരിചയപ്പെടാനും, പ്രവാചകനെ കുറിച്ച് പറയാനും, പുകഴ്ത്താനും, പ്രശംസിക്കാനും, ആ പ്രവാചകനുമായി കൂടുതൽ അടുക്കാനും, പ്രവാചകന്റെ ജീവിതചര്യകളെ നെഞ്ചിലേറ്റാനും വേണ്ടി വിശ്വാസി സമൂഹം മാറ്റിവെക്കുന്ന ദിനരാത്രങ്ങളാണ് വിശ്വാസികളുടെ മുന്നിലുള്ളത്. പുണ്യ റബീഉ നമ്മളിലേക്ക് കടന്നുവരികയാണ്. ഇവിടെയാണ് പ്രവാചകന്റെ ജീവിതം ഇതേപോലെ നമ്മുടെ മുന്നിലേക്ക് സഹാബത്ത് ഒപ്പിയെടുത്ത് തന്നത് എന്തിനാണ്? പ്രവാചകൻ എങ്ങനെ നഖം വെട്ടി, പ്രവാചകൻ എങ്ങനെ ഉറങ്ങി, പ്രവാചകൻ എങ്ങനെ മിസ്വാക്ക് ചെയ്തു, ഭക്ഷണം കഴിഞ്ഞിട്ട് പ്രവാചകൻ ഏത് വിരലാണ് ആദ്യം ഉറിഞ്ചിയത്, ഇതൊന്നും മുസ്ലിമീങ്ങൾക്കറിയാം. ഇങ്ങനെ കൃത്യമായി നമുക്ക് പകർന്നു തന്നത് നാം അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്. ലോകത്തെ ഏത് മനുഷ്യന്റെയാണ് ഇങ്ങനെ ഒരു ചരിത്രം നമുക്ക് ലഭ്യമായിട്ടുള്ളത്?
നമ്മുടെ രാഷ്ട്രപിതാവാണല്ലോ ഈ രാജ്യത്തെ ഏറ്റവും മൊറാലിറ്റി ഉള്ള ആളെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഗാന്ധിജി എത്ര നേരം ഉറങ്ങി? ഗാന്ധിജി ഉറങ്ങാൻ കിടന്നത് എങ്ങനെയാണ്? ഗാന്ധിജി നഖം വെട്ടിയത് എങ്ങനെയാണ്? ഗാന്ധിയന്മാർക്ക് പോലും ഇന്ന് അതിനെക്കുറിച്ച് അറിയില്ല. ഗാന്ധിജി തന്റെ അവസാന സമയം ഹരേ റാം എന്ന് ഉച്ചരിച്ചു മരിച്ചു എന്നതല്ലാതെ ഗാന്ധിജിയെക്കുറിച്ച് അധികമൊന്നും ഗാന്ധിയന്മാർ പോലും പഠിക്കാൻ തയ്യാറില്ല. അവർ കതറിടാനേ ഗാന്ധിയന്മാരുള്ളൂ. ഗാന്ധിയൻ ആദർശവുമായി ഇന്നത്തെ ഗാന്ധിയന്മാർക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അതിനെ ഫോളോ ചെയ്യാൻ അവർ തയ്യാറുമല്ല. അവിടെയാണ് 14 പിന്നിട്ടിട്ടും ആ പ്രവാചകനെ സ്നേഹിക്കാനും അവിടത്തെ അനുധാവനം ചെയ്യാനും വെമ്പൽ കൊള്ളുന്ന കോടിക്കണക്കായ മുസ്ലിം സമൂഹം ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ പ്രവാചകന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ലോകത്ത് ഇതേപോലെ ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കാൻ പ്രവാചകന്റെ വിമർശകർക്ക് പോലും സാധ്യമല്ല. വളരെ ചെറിയ പ്രായത്തിൽ പോലും ഒരു മനുഷ്യന്റെ കൗമാരം, ബാല്യം എന്നൊക്കെ പറഞ്ഞാൽ ചാബല്യങ്ങളുടെ സമയമാണ്. എത്ര വലിയ മഹാനാണെങ്കിലും തന്റെ കൗമാരത്തിൽ ഏതെങ്കിലും ഒരു തെറ്റിൽ ഏർപ്പെടാത്ത മനുഷ്യരുണ്ടാവൂല. നമ്മൾ ഗാന്ധിജിയുടെ മൊറാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജിയുടെ കൗമാരത്തെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. ഗാന്ധിജിയുടെ വീട്ടിൽ മാംസം ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. ഗാന്ധിജി നല്ല ശീലങ്ങളിലൂടെ വളർന്നു വരണമെന്ന് അമ്മയും അച്ഛനൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഗാന്ധിജി ഒരിക്കൽ പുകവലി ശീലത്തിന് അടിമപ്പെടുന്നുണ്ട്. കൂട്ടുകാരുമായുള്ള കൂട്ടുകെട്ടിൽ ഗാന്ധിജി പുകവലിക്കുന്നുണ്ട്, മാംസാഹാരം കഴിക്കുന്നുണ്ട്. ഇതിന് പൈസ കിട്ടാതെ വന്നപ്പോൾ ഗാന്ധിജി മോഷണം നടത്തുന്നുണ്ട്. തന്റെ ജ്യേഷ്ഠന്റെ സ്വർണമാലയുടെ ഒരു ഭാഗം ഗാന്ധിജി മോഷ്ടിക്കുന്നുണ്ട്. ഗാന്ധിജിയെ വിദേശത്തേക്ക് വിടുമ്പോൾ അമ്മയുടെ ഒരു പേടി, വിദേശത്ത് പോകുന്ന ആളുകൾ മദ്യവും മദിരാശിക്കൊക്കെ അടിമപ്പെടുമെന്ന് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഗാന്ധിജിയെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ടാണ് വിദേശത്തേക്ക് വിട്ടത്. എന്നിട്ട് പോലും ആഫ്രിക്കയിലെയും ബ്രിട്ടനിലെയും ജീവിതകാലത്ത് തന്റെ പത്യങ്ങൾ, വ്രതങ്ങൾ പൂർത്തീകരിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗമാരവും അവിടുത്തെ ബാല്യവും നമ്മൾ പഠിക്കേണ്ടത്. 40 വയസ്സിലാണ് അവിടുന്ന് നുബുവത്ത് കിട്ടുന്നത്. അതുവരെ പ്രവാചകൻ നബിയല്ല. പക്ഷേ ആ 40 വയസ്സുവരെയുള്ള തന്റെ കൗമാരം, യൗവനം, ഇതിലൊന്നും പ്രവാചകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ലോകത്ത് നിങ്ങൾക്ക് രണ്ടാമതൊരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോവാ. കൗമാരം ഇത്രമാത്രം ശുദ്ധമായി ജീവിച്ചൊരു മനുഷ്യൻ 2 പ്രാവശ്യമാണ് ഒരു തെറ്റിന്റെ സാഹചര്യം പോലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുണ്ടായത്. അപ്പോൾ പോലും തെറ്റ് ചെയ്തിട്ടില്ല. ഒന്ന്, പ്രവാചകൻ ചെറുപ്പത്തിൽ ആടുമേയ്ക്കുന്ന സമയം. തന്റെ കൂടെ ആടുമേയ്ക്കുന്ന ചെറുപ്പക്കാരനോട് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്റെ ആടിനെ കൂടി കുറച്ചു നേരം നീ നോക്കുകയാണെങ്കിൽ മക്കയിൽ ചെല്ലുമ്പോൾ നിനക്ക് കല്യാണ സദസ്സിലെ രാക്കഥ കേൾപ്പിച്ചു തരാം. അന്ന് കല്യാണത്തിന്റെ തലേന്ന് വീടുകളിൽ രാക്കഥ പറയുന്ന ഗാനമേള നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു നമ്മുടേതുപോലെ. അതൊരു ജാഹിലിയ സംസ്കാരമാണത്. നബി കുട്ടിയാണ്. നബി പറഞ്ഞു, നമുക്ക് ആ രാക്കഥ കേൾപ്പിച്ചു തരാം നിന്നെ ഞാൻ. രാക്കഥ കേൾക്കാൻ വേണ്ടി നബി തിരുമേനി പോയിരുന്നു. പക്ഷേ ഇരുന്നതല്ലാതെ ഒന്നും പ്രവാചകന് ഓർമ്മയില്ല. അവിടുന്ന് ഉറങ്ങിപ്പോയി. നേരം വെളുത്ത് സൂര്യന്റെ ചൂടടിച്ചപ്പോഴാണ് നബി തിരുമേനി ഉണരുന്നത്. ഒരു മിനിറ്റ്, ഒരു നിമിഷം പോലും പ്രവാചകൻ അത് കേട്ടിട്ടില്ല, അത് കണ്ടിട്ടില്ല. തന്റെ കൗമാരത്തിൽ പോലും തെറ്റിന്റെ ഒരു സാഹചര്യത്തിൽ അല്ലാഹു തആല തട്ടിമാറ്റിയ പ്രവാചകനെ. രണ്ടാമതൊരു ഘട്ടം, പരിശുദ്ധ കഅബയുടെ നിർമ്മാണം നടക്കുന്ന സമയം. എല്ലാവരും കല്ല് ചുമക്കുകയാണ്. കല്ല് ചുമക്കുന്നവരെല്ലാം അവരവന്റെ ഉടുതിന് ഉടുത്ത് ചുമ്മാട് വച്ചിരിക്കുകയാണ്, തലയിൽ വച്ചിരിക്കുകയാണ്, തല വേദനിക്കാതിരിക്കാൻ. അന്ന് ഔറത്തൊരു വിഷയമല്ല. കഅബയ്ക്ക് തവാഫ് ചെയ്യുന്ന ആളുകൾ പോലും നഗ്നരായിട്ടാണ് തവാഫ് ചെയ്യുക, ആണും പെണ്ണും. എന്നിട്ട് അവർ പറയും, അൽയൗമ യബ്ദു ബഅ്ലുഹു ഔ കുല്ലുഹു ഫമാ ബദാ മിൻഹു ഫലാ ഉഹില്ലുഹു. ഇന്ന് ഞാൻ വിവസ്ത്രനായിട്ടാണ് തവാഫ് ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾ നോക്കരുത്. നോക്കൽ അനുവദനീയമല്ല. അപ്പൊ ഔറത്തിനൊരു വിലയില്ലാത്ത കാലത്ത് എല്ലാവരും ഇങ്ങനെ തലയിൽ ചുമ്മാട് വെച്ച്, ഉടുതുണി അടിച്ച് ചുമ്മാട് വെച്ച് ചുമക്കുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുണി ഉടുത്തുകൊണ്ടാണ് കല്ല് ചുമക്കുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നിനക്ക് തല വേദനിക്കില്ലേ, തുണി അടിച്ച് തലയിൽ വെക്കി, എന്നിട്ട് കല്ല് ചുമക്കും. നബി തങ്ങൾ അതിന് തയ്യാറായില്ല. പറഞ്ഞിട്ട് തയ്യാറാകാതെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ തുണി വലിച്ച് അഴിച്ചെടുക്കുന്നുണ്ട്. പ്രവാചകന്റെ തുണി അഴിച്ചപ്പോൾ തന്നെ പ്രവാചകൻ ബോധരഹിതനായി വീണു. പ്രവാചകൻ ആ ഒരു തെറ്റിൽ നിന്ന് ഒഴിവാകുന്നുണ്ട്. ഈ 2 സാഹചര്യങ്ങളല്ലാതെ
യൗവനത്തിൽ, കൗമാരത്തിൽ, ബാല്യത്തിൽ അല്ലാഹുവിന്റെ റസൂല് ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഇങ്ങനെ രണ്ടാമതൊരു മനുഷ്യനെ ലോകത്ത് കോടിക്കണക്കായ കഴിഞ്ഞുപോയ ഇപ്പോഴുള്ള മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വിമർശകർക്ക് കഴിയുമെങ്കിൽ കൊണ്ടുപോവാം. ഇത്ര സംശുദ്ധമായ ഒരു ജീവിതം നയിച്ച വ്യക്തി, അത് എല്ലാ മേഖലകളിലും, ഒരു മേഖലകളിലും പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു പോരായ്മയും ചൂണ്ടിക്കാണിക്കാനില്ല. എല്ലാ തലത്തും വിജയിച്ചു. എത്ര ആദർശവാദിയാണെങ്കിലും ചില ഘട്ടങ്ങളിലൊക്കെ ആദർശം കൈവിട്ടു പോകും. അതാണ് ഗാന്ധിയിൽ നമ്മൾ കണ്ടത്. ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം കുട്ടികളോട് വലിയ സ്നേഹമുള്ള ആളാണ്. അതുകൊണ്ടാണ് ശിശുദിനം നമ്മൾ ആചരിക്കുന്നത്. നെഹ്റുവുമായി ബന്ധപ്പെട്ടാണ് ശിശുദിനം ആചരിക്കുക. നെഹ്റുവിന് കുട്ടികളോട് ഇഷ്ടമായിരുന്നു. പക്ഷേ നെഹ്റുവിന്റെ ഇഷ്ടം ഒരിക്കലും ഇല്ലാതായൊരു ദിവസമുണ്ട്. ഷങ്കൈസ് എന്ന പേരിൽ ഒരു വീക്കിലി 1948 കാലത്ത് ഡൽഹിയിൽ നിന്നും ഒരു വീക്കിലി ഇറങ്ങിയിരുന്നു. ഇംഗ്ലീഷ് വീക്കിലിയാണത്. ഹാസ്യവും നർമ്മവും കൂടിക്കലർന്നൊരു വീക്കിലി. ഈ വീക്കിലിയുടെ ഒരു വാർഷികത്തിൽ, കുട്ടികളുടെ വാർഷികത്തിൽ നെഹ്റുവിനെ പങ്കെടുപ്പിച്ചു. ആ വീക്കിലി പിന്നീട് 75 കാലഘട്ടത്തിൽ നിന്നുപോയി. അപ്പൊ കുട്ടികളുടെ വാർഷികം എല്ലാ വർഷവും ഇവർ നടത്താറുണ്ട്, ഈ ശങ്കേഷ് വീക്കിലി. ഒരു വർഷം നെഹ്റുവിനാണ് അവർ ഗസ്റ്റായിട്ട് ക്ഷണിച്ചത്. നെഹ്റു അതിഥിയായി വിട്ട് വരുമ്പോ മനോഹരമായി അലങ്കരിച്ച കമനീയമായ പന്തല്, സ്റ്റേജ് ഒക്കെ കണ്ടു. കുട്ടികൾ ധാരാളമുണ്ട്. ബലൂണുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. നെഹ്റു വന്നു. ഒരു കുട്ടിക്കൊരു ബലൂൺ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു. അപ്പൊ അടുത്ത കുട്ടിയും ബലൂണിന് വേണ്ടി കൈനീട്ടി. ആ കുട്ടിക്കും പൊട്ടിച്ചു കൊടുത്തു. കുട്ടികൾ ഇങ്ങനെ ബലൂണിന് വേണ്ടി കൈനീട്ടാൻ തുടങ്ങി. നെഹ്റു ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി നെഹ്റുവിനെ സഹായിക്കാൻ വേണ്ടി ഒരു ബലൂൺ സ്വന്തം പൊട്ടിച്ചു. അതോടുകൂടി നെഹ്റുവിന്റെ മട്ട് മാറി. നെഹ്റു കൈനീട്ടി കരണത്തൊരടി കൊടുത്തു ആ കുട്ടിയുടെ. ബലൂൺ പൊട്ടിയതാന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ കുട്ടി കവള് തപ്പി കരയുന്ന കണ്ടപ്പോഴാണ് നെഹ്റുവിന്റെ അടി കിട്ടിയെന്ന് മനസ്സിലാക്കിയത്. ആദർശവാദിയായ, ശിശുസ്നേഹിയായ നെഹ്റുവിന് പോലും തന്റെ ആദർശം മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ ഇങ്ങനൊരു ചരിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? എന്തെങ്കിലും ഒരു കുട്ടിയെ കൈകൊണ്ടടിച്ചൊരു ചരിത്രം? 23 വർഷത്തെ പ്രവാചക ജീവിതത്തിൽ മാത്രമല്ല, 40 വർഷം കേവലം മുഹമ്മദായി ജീവിച്ച ഘട്ടത്തിൽ പോലും ഒരു കുട്ടിയെ പോലും കൈകണ്ട് ഉപദ്രവിച്ച ഒരു ചരിത്രം കാണിച്ചു തരാൻ കഴിയില്ല. ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൃത്യമായി അവിടുത്തെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാ മേഖലയിലും വിജയിച്ചു. എല്ലാവരും തോറ്റുപോകുന്നൊരു മേഖലയാണ് കുടുംബജീവിതം. ഭാര്യ മക്കളുടെ വിഷയത്തിൽ പല രക്ഷിതാക്കളും തോക്കും. എത്ര മഹാനാണെങ്കിലും പലപ്പോൾ കുടുംബത്തിൽ തോക്കാറുണ്ട്. ഗാന്ധിജി പോലും തോറ്റില്ലേ? ഗാന്ധിജിക്ക് ഒരു മുടിയനായ പുത്രനുണ്ടായിരുന്നു, ഹരിലാൽ. അവനിടയ്ക്ക് ഇസ്ലാം സ്വീകരിച്ചു. അബ്ദുള്ള ഗാന്ധി എന്ന് പേരാക്കി. 6 മാസത്തോളം ഇസ്ലാം സ്വീകരിച്ചു അബ്ദുള്ള ഗാന്ധി. പിന്നെ തിരിച്ചുപോയി, ഹരിജൻ സമാജം വഴി ഹിന്ദുമതത്തിലേക്ക് തിരിച്ചുപോയി. മുഴുക്കുടിയനായിരുന്നു അദ്ദേഹം. ഗാന്ധിജി വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഖദർ വസ്ത്രത്തിന്റെ പ്രചാരകനായി മാറിയപ്പോൾ സ്വന്തം മകൻ ഖദർ വസ്ത്രം ബഹിഷ്കരിച്ച് വിദേശ വസ്ത്രത്തിന്റെ പ്രചാരകനായി മാറി. മുഴുക്കുടിയനായിരുന്നു. മദിരാശികളുടെ കൂട്ടാളിയായിരുന്നു. ഗാന്ധിജിയുടെ പൊന്നുമോൻ ഹരിലാൽ, മൂത്ത മകൻ. അവസാനം ഗാന്ധിജി മരിച്ചപ്പോൾ പോലും മൂക്കറ്റം മദ്യപിച്ചിട്ടാണ് ഹരിലാൽ കയറി വരുന്നത്. ഗാന്ധിജിയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയത് ഹരിലാലല്ല. ഹരിലാലിനത് ബോധമുണ്ടായിരുന്നില്ല. 3ാമത്തെ മകനാണ് ആ ചിതയ്ക്ക് പോലും തീ കൊളുത്തിയത്. ഗാന്ധിജി അവനെക്കൊണ്ട്, ആ മകനെക്കൊണ്ട് വല്ലാതെ ഇടങ്ങേറായിട്ടുണ്ട്. സ്വന്തം മക്കളെ നന്നാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മകൻ പോലും അങ്ങനെ ഒരു ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അങ്ങനെ ഒരു മകനോ ഒരു പേരക്കുട്ടിയോ അങ്ങനെ ഒരു ചരിത്രത്തിൽ വഴിതെറ്റിപ്പോയ ഒരു ചരിത്രമില്ല. എബ്രഹാം ലിങ്കൻ, അമേരിക്ക കണ്ട ഏറ്റവും നല്ല പ്രസിഡന്റാണ് എബ്രഹാം ലിങ്കൻ. അടിമത്തം നിർത്തലാക്കിയ പ്രസിഡന്റ്, ജനാധിപത്യത്തിന് ലോകത്ത് ഏറ്റവും നല്ല നിർവചനം നൽകിയ പ്രസിഡന്റ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ സർക്കാർ എന്ന് പറയുന്ന മുദ്രാവാക്യം ലിങ്കന്റേതാണ്. ആദ്യമായി ഈ ജനാധിപത്യ മുദ്രാവാക്യം ലിങ്കണാണ് പറഞ്ഞത് ഒരു പ്രസംഗത്തിൽ. പിന്നെ നമ്മളത് ഏറ്റെടുക്കുക ചെയ്തത്. ഇത്ര പ്രശസ്തനായ എബ്രഹാം ലിങ്കൻ പോലും കുടുംബജീവിതത്തിൽ തോറ്റുപോയി. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴും വീട്ടിൽ കിടന്നുറങ്ങിയിട്ടില്ല. കാരണം ഭാര്യ ഉരുളക്കിഴങ്ങുകൊണ്ട് എറിയും, ചൂലുകൊണ്ട് അടിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയായിരുന്നില്ല, പല ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ഭാര്യയിൽ നിന്നുപോലും ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? കുടുംബജീവിതം അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി വിജയിപ്പിച്ചെടുത്തു. ഒരു പരാജയം അവിടെ സംഭവിച്ചിട്ടില്ല.
ശ്രീനാരായണ ഗുരു കേരളത്തിന്റെ നവോത്ഥാന നായകൻ, എല്ലാ അർത്ഥത്തിലും വിജയിച്ചു, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ കുടുംബജീവിതത്തിൽ ജയിക്കാൻ നാരായണ ഗുരുവിനും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ നാണു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചെറുപ്പത്തിൽ നാണു സന്യാസ ജീവിതത്തിലേക്ക് വഴുതിപ്പോകുമോ എന്ന് ഭയപ്പെട്ട കാർന്നവന്മാർ അദ്ദേഹത്തോട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കല്യാണമോ, അതിനൊന്നും സമയമായിട്ടില്ല എന്നാണ്. അവസാനം ഹിന്ദുമതത്തിലൊരു രീതിയുണ്ട്, വരൻ പോയി നേരിട്ട് താലി കൊടുക്കാതെ, പുടവ കൊടുക്കാതെ സഹോദരിമാരെ കൊണ്ട് പുടവ കൊടുത്തി കല്യാണം കഴിപ്പിക്കുന്ന രീതിയുണ്ട്. നാണുവിന്റെ സഹോദരിമാര് ചെന്ന് കാളിയമ്മ എന്ന് പറയുന്ന ചടയമംഗലത്തിലൊരു സ്ത്രീക്ക് പുടവ കൊടുത്ത് താലി കൊടുത്ത് നാരായണ ഗുരുവിന്റെ ഭാര്യയാക്കി. വീട്ടിലേക്ക് കാളിയമ്മ വന്നു കയറിയപ്പോ നാരായണ ഗുരു വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി, മലയിലേക്ക് ഓടി. ഭാര്യയെ കണ്ടതും മലയിലേക്ക് ഓടി. കാടുകളിലും മലകളിലും മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞു. അവസാനം അന്വേഷിച്ച ആളുകൾ പോയി കണ്ടുപിടിച്ചു പറഞ്ഞു, അമ്മയും അച്ഛനും നിരാഹാരത്തിലാണ്, നിന്നെ കാണാതെ, അതുകൊണ്ട് വീട്ടിലേക്ക് വരിക, കല്യാണം വേണമെങ്കിൽ കഴിക്കണ്ട. അങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുവന്നു. വീട്ടിൽ വന്നിട്ട് എന്തായിരുന്നു സ്ഥിതി? അദ്ദേഹത്തിന്റെ ചരിത്രം തന്നെ പറയുന്നു. ആദിച്ചൻ എന്ന് പറയുന്ന ഒരു പരിചാരകൻ ഉണ്ടായിരുന്നു വീട്ടിൽ. ഇയാൾ മുഖേനയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. 5 മാസമാണ് നാരായണ ഗുരുവിന്റെ ദാമ്പത്യം. ഈ 5 മാസക്കാലം പരസ്പരം അവർ മുഖത്തു നോക്കിയിട്ടില്ല. ഭാര്യ പാചകം ചെയ്യും, ആദിച്ചൻ അത് കൊണ്ടുപോയി ഗുരുവിന് കൊടുക്കും, ഗുരു അത് കഴിക്കും. അവസാനം 5 മാസം കഴിഞ്ഞപ്പോ കാളിയമ്മയ്ക്ക് മനസ്സിലായി ഈ മനുഷ്യന്റെ കൂടെ നിന്നിട്ടൊരു ദാമ്പത്യം കിട്ടൂല. അവസാനം ചടയമംഗലത്തിന് ഉത്സവം വന്നപ്പോ ആദിച്ചനെ കൊണ്ട് പറയിപ്പിച്ചു ഗുരുവിനോട്, എനിക്ക് ഉത്സവത്തിന് പോകണം. ഗുരു സമ്മതിച്ചു. 2 രൂപയും കൊടുത്തു. പുതിയ വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് കാളിയമ്മ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ദാമ്പത്യ ജീവിതത്തിൽ വിജയിക്കാൻ നാരായണ ഗുരുവിന് പോലും കഴിഞ്ഞില്ല. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മേഖലയിലും അവിടുന്ന് പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ടല്ലേ മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ 100 ലോകത്തെ സ്വാധീനിച്ച 100 പേരെ കുറിച്ച് അദ്ദേഹം ഒരു ചാർട്ട് തയ്യാറാക്കിയപ്പോൾ, ഒരു പുസ്തകം രചിച്ചപ്പോൾ ആദ്യം കൊടുത്ത പേര് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ക്രിസ്തുവിന്റെ പേര് 3ാമത് കൊടുത്തു. മൂസാ നബിയുടെ പേര് 16ാമതാണ് അദ്ദേഹം കൊടുത്തത്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ലോകത്ത് മതരംഗത്തും മതേതര രംഗത്തും ഇതേപോലെ വിജയിച്ചൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പ്രവാചകൻ വിജയിക്കാത്തൊരു മേഖലയില്ല. കുടുംബത്തിൽ ജയിച്ചു, സമൂഹത്തിൽ ജയിച്ചു, യുദ്ധത്തിൽ ജയിച്ചു, പള്ളിയിൽ ജയിച്ചു, ഭരണത്തിൽ ജയിച്ചു. എല്ലാ മേഖലകളിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജയിക്കുക തന്നെ ചെയ്തു. അവിടുന്ന് ഒരു രംഗത്തും തോറ്റിട്ടില്ല. ഇതുപോലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മൈക്കൽ എച്ച് ഹാർട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിക്താൾ എന്ന് പറയുന്ന ആദ്യമായി ഇംഗ്ലീഷിൽ ഖുർആനിന് പരിഭാഷ എഴുതിയ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് മർമുഡിക് പിക്താൾ. അതിനു മുമ്പ് ഖുർആനിന് ഇംഗ്ലീഷിലൊരു പരിഭാഷയില്ല. അദ്ദേഹമാണ് ആദ്യത്തെ പരിഭാഷകൻ. അദ്ദേഹം മുസ്ലിമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്ലേഷണത്തിന്റെ കാരണം തന്നെ അദ്ദേഹം ലണ്ടനിൽ തന്റെ ഫ്ളാറ്റിൽ നിൽക്കുമ്പോൾ താഴെ ഒരു ബഹളം കേട്ടു. അദ്ദേഹം നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരനും ഒരു വൃദ്ധനും തമ്മിലുള്ള പ്രശ്നമാണ്. ഈ വൃദ്ധനെ ചെറുപ്പക്കാരനെ ശകാരിക്കുന്നുണ്ട്, ഇടക്കിടക്ക് അടിക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ട ആ മനുഷ്യൻ പിക്താള് താഴെ ഇറങ്ങി വന്ന് അവർ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? കുറെ നേരമായാലോ ഈ വൃദ്ധൻ നിങ്ങനെ ഈ ചെറുപ്പക്കാരനായി നിന്നെ അടിക്കുന്നു, ശകാരിക്കുന്നു, ഇതെല്ലാം നീ ഇങ്ങനെ കേട്ടും കണ്ടു നിൽക്കണോ? ഇതെല്ലാം നീ അനുഭവിക്കണം, നിനക്കൊന്ന് തിരിച്ചു കൊടുത്തൂടെ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ മുസ്ലിമാണ്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം, ഞാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. അദ്ദേഹത്തിന് എന്നോട് ചോദിക്കാനും എന്നെ ശകാരിക്കാനും എന്നെ മർദ്ദിക്കാനൊക്കെ അവകാശമുണ്ട്, കാരണം തെറ്റുകാരൻ ഞാനാണ്. ഇതെന്നെ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിക്താൾ അത്ഭുതപ്പെട്ടു. 10-14 നൂറ്റാണ്ട് മുമ്പ് ഒരു മുഹമ്മദ് പറഞ്ഞതിന്റെ പേരിൽ ഈ ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ഈ വൃദ്ധന്റെ കയ്യിൽ നിന്ന് അടികൾ ഏറ്റുവാങ്ങുന്നെങ്കിൽ, ഈ ശകാരങ്ങൾ ഏറ്റുവാങ്ങുന്നെങ്കിൽ, ആ മുഹമ്മദ് ഈ മനുഷ്യന്റെ മനസ്സിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിൽ ആ മുഹമ്മദിനൊന്ന് പഠിക്കണമല്ലോ. അങ്ങനെ ആ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയ പഠനമാണ് ലോകം കണ്ട ബുദ്ധിജീവിയായ പിക്താളിനെ മുഹമ്മദ് മർമഡുക് പിക്താൾ എന്ന പേരിലേക്ക് മാറ്റിയത്. അദ്ദേഹമാണ് വിശുദ്ധ ഖുർആനിന് ലോക ചരിത്രത്തിൽ ആദ്യമായി ഇംഗ്ലീഷിലൊരു പരിഭാഷ എഴുതിയത്. അതുകൊണ്ട് ആരെല്ലാം ഈ നബിയെ വിമർശിക്കാൻ വന്നാലും ഈ പ്രകാശം ഉദിച്ചുയർന്നുകൊണ്ടേയിരിക്കും. സൂര്യനെ നോക്കി കുരയ്ക്കുന്ന പട്ടികൾക്ക് സൂര്യന്റെ പ്രകാശത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിച്ചത് ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ലോകാവസാനം വരെ ഈ പ്രസ്ഥാനം ഉയർന്നു നിൽക്കണം.
ഈ നബിയുടെ പേര് ഉയർന്നു നിൽക്കണം, ഈ ആദർശം ഉയർന്നു നിൽക്കണം. അതിനെ ഊതിക്കെടുത്താൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് ആ നബിയെ നിയോഗിച്ച് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിരിക്കെ, നമുക്ക് ഒരു റബീഉൽ അവ്വൽ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, 1500ാമത് ജന്മദിനം കടന്നു വരുമ്പോൾ ആ നബിയോട് ചേർന്ന് നിൽക്കാം, ആ നബിയെ പഠിക്കാം, ആ നബിയെ സ്നേഹിക്കാം, ആ നബിയെ പിൻപറ്റാം, ആ നബിയോടൊപ്പം നാളെ സ്വർഗത്തിലെത്താം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.